നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം തിരുവനന്തപുരം പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അയൽവാസിയായ ഒരു തീവ്രവാദി തൊട്ടുള്ള വീട്ടിലെ ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ടുവരുന്ന ആ പെൺകുട്ടിയുടെ പിതാവ് ഈ പറയുന്ന പീഡിപ്പിക്കാൻ ശ്രമിച്ച 40 വയസ്സുകാരനായ, അവന്റെ പേരൊന്നും ഒരിക്കലും വിട്ടിട്ടില്ല, ആ തീവ്രവാദ സ്വഭാവമുള്ള പക്കാ തീവ്രവാദിയെ വിറക് കൊള്ളിയും കൊണ്ട് കാല് തല്ലി ഓടിച്ചവൻ ആ അടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ മുൻവൈരാഗ്യം കൊണ്ട് ആക്രമിച്ചു എന്നുള്ള പരാതിയും കൊടുത്തു. പോലീസ് വന്നു. ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ തീവ്രവാദിക്ക് സപ്പോർട്ടുമായിട്ട് ഇവൻ മുൻവൈരാഗ്യം കൊണ്ട് ആക്രമിച്ചതല്ലേ എന്ന പേരിൽ ഇവനെതിരെ കേസും ചുമത്തി പിടിച്ച് അകത്തുമുട്ടു. ഇപ്പോ അന്വേഷണം വന്നപ്പോ സംഭവം എന്താണ്? സ്വന്തം മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് അയൽവാസിയായ 40കാരൻ. ഇത് കണ്ടുകൊണ്ടുവരുന്ന ഒരു പിതാവ് എത്ര വിഷമമുണ്ടാവും? ആ പിതാവ് ആക്രമിച്ചതാണ്. കാലാ തല്ലി ഓടിച്ചത്. കാല് മാത്രമാണ് തല്ലി ഓടിച്ചത്. അവൻ ഇപ്പോ ആശുപത്രിയിലാണ്, കാലൊടിഞ്ഞ് കിടക്കുകയല്ലേ. ഈ പിതാവ് ചെയ്തത് മോശമാണോ? പിതാവ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങളെപ്പോലുള്ള പിതാവൊക്കെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. അവൻ മണ്ണൂരെത്തിയിട്ടുണ്ടാവും, സംശയമൊന്നും വേണ്ട. ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പോലീസ് സ്റ്റേഷനും ജയിലും കോടതിയൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നല്ല തന്തയ്ക്ക് പറഞ്ഞ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവം. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനും ഈ പറയുന്ന ജയിലും കോടതിയൊക്കെ. സ്വന്തം മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ നാറിയെ ആക്രമിച്ചതാണ് പിതാവ്. ഈ നാറി പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനെതിരെ, ആക്രമിച്ചവനെതിരെ പരാതി കൊടുത്തു. പോലീസ് പിടിച്ച് ഇവനെതിരെ ഒന്നും നോക്കാതെ ഈ വ്യക്തി പറയുന്നുണ്ടത്രേ, ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ടത്രേ, എന്റെ മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ കണ്ടുകൊണ്ട് വരികയായിരുന്നു എന്ന് പറയുന്നുണ്ടത്രേ. അതൊന്നും ചെവി കൊണ്ടില്ല. എത്ര നല്ല പുണ്യമാക്കപ്പെട്ട നന്മയുള്ള നിറകുടങ്ങളായ ഈ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹതപ്പെട്ട ഈ പുണ്യവാളന്മാര് ഈ പാവം പിടിച്ച കുട്ടിയുടെ അച്ഛന്റെ വാക്ക് കേൾക്കാതെ ഈ കുട്ടിന്റെ അച്ഛനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇപ്പൊ അന്വേഷണം വന്നപ്പോ എന്താണ്? ഈ കുട്ടിയെ ആ തീവ്രവാദി പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കുട്ടിയുടെ രഹസ്യമൊഴി ഇന്നെടുക്കുമത്രേ കോടതി ഡയറക്റ്റ്. അപ്പൊ ഇത് വിഷയമായപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ജഡ്ജി ചോദിക്കുകയാണത്ര, എന്താ സംഭവിക്കുന്നതെന്ന്. പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാണത്ര, അത് എനിക്കും അറിയുന്നില്ല എന്താ സംഭവം, പോലീസ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയുന്നില്ല. എന്ത് പോലീസാണ് ഈ പോത്തങ്കോട് പോലീസ്? ഭരണം മാറിയെന്നുള്ളൂ. ചില പോലീസുകാരൊന്നും ഒരിക്കലും മാറില്ല. അവരുടെ ശരീരത്തിന്റെ പുറത്ത് കാക്കിയുള്ള കാലത്തോളം ആ ദുഷിച്ച സ്വഭാവം മാറാത്ത ഒരുപാട് ഇതുപോലുള്ള പോലീസുകാരുണ്ട്. ഇതിപ്പോ പോത്തങ്കോട് പോലീസിനല്ല, കേരള പോലീസിനാണ് അപമാനമായത്. ശ്രദ്ധിക്കാനുണ്ട്. ഒരു നെറ്റ്വർക്ക് അല്ലേ പോലീസ്? ഒരു ഭാഗത്ത് ഒരു മൂലയിൽ ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ലല്ലോ. കേരളം ഒന്നടങ്കം പ്രവർത്തിക്കുന്ന വലിയ മഹാ നെറ്റ്വർക്കാണ്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി പടപൊരുതുന്ന, രാത്രിയില്ല പകലില്ലാതെ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് സേന. ആ സേനയിലെ ചില ആളുകൾ ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടല്ലോ, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ടത്രേ, എന്റെ മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇത് കണ്ടുകൊണ്ട് ഞാൻ വരികയാണെന്നാ പറയണത്. ഞങ്ങൾക്കൊക്കെയാണ് ഇതുപോലുള്ള, അതൊക്കെ പോട്ടെ. ഈ പോലീസുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മോൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പൂട്ട് പൂജിക്കുവോ? അതും പോട്ടെ, നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞങ്ങൾ ആരെങ്കിലും പൊതുജനം ആക്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ആക്രമിക്കുന്നവരെ പൂട്ട് പൂജിക്കുവോ? നിങ്ങളുടെ 30 മുറ ഉപയോഗിക്കില്ലേ? പണി പാലും വെള്ളത്തിൽ തരില്ലേ? ചോര കക്കുന്ന ആക്രമണം നിങ്ങൾ കാഴ്ചവെക്കില്ലേ രഹസ്യമായിട്ട്, ഇരുട്ടുമുറി കൊണ്ടുപോയിട്ട്? ഇവൻ അത് ചെയ്തില്ലല്ലോ. ഈ സ്വന്തം മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തീവ്രവാദിയെ കാലല്ലേ തല്ലി ഓടിച്ചത്. അവനെ ചെയ്യേണ്ട പണി വേറെയല്ലേ? സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് പറയാണ്. ഇപ്പൊ എന്തായി? ഇനിയിപ്പോ ആ തീവ്രവാദിക്കെതിരെ ആശുപത്രിയിൽ പോയി പോക്സോ ചുമത്തും, പിടിച്ച് ഉള്ളിലിടും. ഇപ്പൊ നിലവിൽ ആ പെൺകുട്ടിയുടെ പിതാവ് ഉള്ളിലല്ലേ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യം കൊടുക്കണ്ട. ഈ തീവ്രവാദിയെ പോക്സോ ചുമത്തിയിട്ട് ആ പെൺകുട്ടിയുടെ പിതാവിന്റെ അടുത്ത് ഇടുക, അതേ റൂമിൽ കൊണ്ടിടുക, ആ പിതാവിനൊരു കൊടുവാളം കൊടുക്കുക, ബാക്കിയൊക്കെ പിതാവ് നോക്കിക്കോളും. അല്ലെങ്കിൽ ആ നെന്മാറയിലെ കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരന്റെ അടുത്തുകൊണ്ട് വിടുക, അല്ലെങ്കിൽ ചെന്താമര നോക്കിക്കോളും. ഒരു ഇലയെടുക്കുമ്പോ ഇരുവശം നോക്കണം പോലീസുകാരെ. വെറുതെ എന്തെങ്കിലും ഒരാളുടെ വാക്ക് മാത്രം കേട്ടിട്ട് ആ ഒരുത്തൻ ആക്രമിക്കപ്പെട്ട് എന്നെ തല്ലി എന്ന് പറയുമ്പോ, അങ്ങനെ സംഭവം ചെയ്തത് നിയമപരമായിട്ട് തെറ്റാണെങ്കിലും മനുഷ്യത്വപരമായിട്ട് അവൻ ചെയ്തത്, ഈ പെൺകുട്ടിയുടെ പിതാവ് ചെയ്തത് തെറ്റേയല്ല. ഇങ്ങനെയല്ല ചെയ്യാൻ പാടുക. ഇങ്ങനെ ചെയ്താൽ പോരാ എന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം. ഇതിലിപ്പോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എനിക്കും പെൺമക്കളുണ്ട്.
ഒരുപാട് കേരളത്തിലെ ലക്ഷോപലക്ഷക്കണക്കിന് പൊതുജനങ്ങൾക്ക്, കോടിക്കണക്കിന് ജനങ്ങൾക്ക് എന്താ പറയാ പെൺമക്കളുള്ളതാണ്. ഞാനും ഒരു പിതാവാണ്, വിഷമങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ രണ്ട് ഭാഗം നോക്കിയിട്ട് വേണം കേസെടുക്കാനും അകത്തിടാനും. തല്ലിയത് തെറ്റന്നെയായിരിക്കും, നിയമപരമായിട്ട് തെറ്റായിരിക്കാം. പക്ഷെ ഇവൻ ചെയ്തതോ പുണ്യപ്രവർത്തിയാണോ? അടുത്ത വീട്ടിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക, അവന്റെ സാമാനത്തിനെ അരിഞ്ഞു കളയണം. ഞാൻ കുറെ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്, ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ, ബലാത്സംഗം ചെയ്യുന്നവരുടെ മണി ഉടയ്ക്കാനുള്ള ഈ പട്ടിന്റെ മണി മാത്രം ഉടച്ചാൽ മതിയോ? പട്ടിന്റെ മണി ഉടയ്ക്കുക, വന്ധീകരിക്കുക, എന്താ ആണുങ്ങൾക്കൊന്നും പറ്റില്ലേ? ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന ആണുങ്ങളുടെ മണി ഉടയ്ക്കാനുള്ള നിയമമല്ലേ ആദ്യം വേണ്ടത്? ഇത് കേരളത്തിൽ ചെയ്തൊരു കാര്യം, രാജ്യത്ത് പാർലമെന്റിൽ പാസ്സാക്കേണ്ട വിഷയമാണ്. ഇതിനൊക്കെയല്ലേ ശബ്ദിക്കേണ്ടത് MP-മാര്, MLA-മാരൊക്കെ, മുഖ്യമന്ത്രിമാര്, പൊതുജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നായകന്മാർ, ജനപ്രതിനിധികൾ ശബ്ദിക്കണ്ടേ? അങ്ങനെ മണി ഉടച്ചാൽ തന്നെ ഈ പീഡനം ഉണ്ടാവുമോ? 99% ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അവന്റെ സാമാനൊന്നും പൊന്തരുത്, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പാവം പിടിച്ച മൈനറായ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക, പീഡിപ്പിക്കുക, പല മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക, ഇതൊക്കെ തെറ്റാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതേ, പോത്തങ്കോട് പോലീസ് ചെയ്തത് വളരെ തെറ്റ്. അവനെതിരെ പിടിച്ച് കേസെടുത്ത് അകത്തിട്ടു. പക്ഷെ അവൻ പറഞ്ഞ വാക്കിനെ നിങ്ങൾ മാനിച്ചില്ല. സ്വന്തം മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ തീവ്രവാദി ചെയ്തുകൊണ്ടിരിക്കുന്ന, നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ രോഷമാണ് വിറകുകൊള്ളിയിലൂടെ ആ പിതാവ് കാഴ്ചവെച്ചത്. അത് മനസ്സിലാക്കണമായിരുന്നു. നിങ്ങളൊക്കെ മാപ്പ് പറയണം. ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ആ സേനയ്ക്കേ അപമാനമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ എന്നല്ല, ലോകത്തിൽ ഒരു കുട്ടികൾക്കും സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ പീഡനം നടത്തുമ്പോ ഈ പീഡിപ്പിച്ചവനെ മാലിയിട്ട് പൂജിക്കാനൊന്നും കഴിയില്ല. നേരിൽ കണ്ടാൽ അവൻ ഇല്ലായ്മ ചെയ്യും. ചില ആണുങ്ങൾ അങ്ങനെയാണ്, ചില ആണുങ്ങൾ അങ്ങനെ ചെയ്യും. അങ്ങനെ നിങ്ങൾ പിന്നെ ഈ പീഡിപ്പിച്ച് 20 വർഷം 30 വർഷം തീറ്റിപ്പോറ്റി എന്താ കാര്യം? പോക്സോ കേസിൽ വിധി വന്നു, 40 വർഷം അകത്തിട്ടു. 40 വർഷമായി. എന്താ കാര്യമുള്ളത്? 40 വർഷം കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഈ പരനാറി തിന്ന് ഉണ്ടാകുകയല്ലേ, വളരുകയല്ലേ? ചെന്താമരയ്ക്ക് ബിരിയാണി കൊടുത്ത കേരളമല്ലേ, പോലീസല്ലേ? ചെന്താമര ഒരാളിനെ എന്താ പറയാ ഇരട്ട കൊലപാതകം ചെയ്തിട്ട് മലന്റെ മുകളിൽ പോയി താമസിച്ചിട്ട് 2-3 ദിവസത്തിന് ശേഷം പിടിക്കപ്പെട്ടപ്പോ അവന് ബിരിയാണി വേണം പറഞ്ഞപ്പോ ബിരിയാണി കൊടുത്ത പോലീസ് തന്നെയല്ലേ? കൂടുതലൊന്നും പറയാനില്ല. വളരെ നന്ദിയുണ്ട്. ചില അനീതികൾ നടക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. പോത്തൻകോടിലെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ തീവ്രവാദിയെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള നിയമം ഉണ്ടാക്കുക. എന്താ പറയാ, ആ പെൺകുട്ടിയുടെ പിതാവുണ്ടല്ലോ, ആ പിതാവിനെതിരെ നിങ്ങളിട്ട FIR ഉണ്ടല്ലോ, അത് അടിയന്തരമായിട്ട് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ FIR റദ്ദ് ചെയ്യാനുള്ള കഴിവുള്ളവർ? ജില്ലാ ഭരണകൂടമാണോ? ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണോ? റദ്ദ് ചെയ്യണം. ആ FIR റദ്ദ് ചെയ്യണം. സ്വന്തം മോളെ ആക്രമിക്കാൻ ശ്രമിച്ച തീവ്രവാദിയെയാണ് ആക്രമിച്ചത്. അത് മാരകമായ ആക്രമണം. ഒരു അടിയടിച്ചു, അത് പോയി കാലൊടിഞ്ഞു, അത്രേ ഉള്ളൂ. ആ FIR റദ്ദ് ചെയ്ത് കേരളത്തിന് ബഹുമാനപ്പെട്ട സേനയും ഭരണകൂടവും കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവണം. ഇങ്ങനെയുള്ള പീഡനങ്ങളൊന്നും കേരളത്തിൽ എന്നല്ല ലോകത്ത് നടക്കാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ചെയ്ത അവന്റെയൊക്കെ 16 അടിയന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കണം. ജയില് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, മറക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.